നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഈ വീട്ടിലല്ല, ഞാനല്ല കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അമ്മനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യിക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ നേരെ ഇനി അമ്പലത്തോട്ട് ചെല്ലണം. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ, എന്താ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചില മണി പ്ലാന്റൊക്കെ നടന്നത്. അപ്പം അതാണ് ഇത്. ഞാൻ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ എല്ലാം നല്ലോണം നല്ല ഫ്രഷായിട്ട് തന്നെ ഈ മണി പ്ലാന്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പോട്ടിലാണ് ഞാൻ മണി പ്ലാന്റൊക്കെ നട്ടത്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഇതൊക്കെ നോക്കി, അതിന് ശേഷമുണ്ട് ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അമ്മടത്തോട്ട് പോകാനായിട്ട്. ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂരാണ്. എൻ്റെ സ്വന്തം വീട് വരാപ്പുഴയാണ്. പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ചും കൂടി പോയാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ സ്കൂളിലാണ് അനിയത്തിക്ക് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരിവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും അവിടെ എത്താം. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. സ്വീറ്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഓരോ കറികളുടെ ആണെങ്കിലും വ്യത്യസ്തമായിട്ട് ഓരോ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യാം, അതൊക്കെ ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് അധികം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ എനിക്ക് ചെയ്യാനൊരു മടി വന്നത്. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഒരുപാടൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അറിയുന്നതൊക്കെ അമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിതിന് മതി കേട്ടോ. കടലപ്പൊടി, പഞ്ചസാര, അതേപോലെ തന്നെ ഡാൽഡയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നെയ്യ് എന്ന് പറയുമ്പോൾ ഒരുപാട് നെയ്യ് വേണ്ടി വരും. അപ്പോൾ അതിന് പകരമാണ് ഡാൽഡ എടുത്തേക്കുന്നത്. നെയ്യിലാണെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെയ്യാറുള്ളത് ഡാൽഡയിലാണ്. ഇത് വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കും എന്താവശ്യം വന്നാലും മറ്റേ സാധാ ലഡു ഉണ്ടല്ലോ, അതിന് പകരം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കടലപ്പൊടി കൊണ്ടുള്ള ലഡുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ അനിയത്തിക്ക് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലാണ് ജോലി. അപ്പോൾ അവൾ ടീച്ചറായിട്ട് ജോലി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു വീട്, ഇതാണ് കേട്ടോ വീട്, കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പം അവർ 3 പേരുള്ള, അപ്പോൾ അവർക്ക് തൽക്കാലം താമസിക്കാനായിട്ടാണ് വീട് എടുത്തേക്കണത്. പിന്നെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ വരാപ്പുഴയിലോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മനെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വീട്ടിൽ അടുക്കളയിൽ അധികം വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം നേരം ഞാൻ മാക്സിമം പറ്റുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. പഴയൊരു വീടാണ്, അപ്പോൾ പിന്നെ അത്രയ്ക്ക് സൗകര്യങ്ങളുള്ളൂ കേട്ടോ, ചെറിയ സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അതിൻ്റേതായ കുറച്ച് ഇതുണ്ടാവാം, ക്ലാരിറ്റി കുറവുണ്ടാവാം. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ഞാനെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വലിയ ഇതുണ്ടാക്കാൻ പറ്റിയൊരു പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കണേണ്, വരാപ്പുഴയിൽ ഇരിക്കണേണ്. അപ്പോൾ അമ്മ ഇവിടെ കുറച്ച് പാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ, അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ. അത് കാരണം ഞാൻ 1/2 കിലോ കേട്ടോ കടലപ്പൊടി മേടിച്ചത്. പക്ഷെ അമ്മ പറഞ്ഞാൽ അത്രയും വേണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു 1/4 കിലോളം കടലപ്പൊടിയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ കടലപ്പൊടി എടുക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ എടുക്കാണ്ട് ഇതേപോലെ നല്ലോണം അരിച്ചെടുക്കുക കേട്ടോ. അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഇതേപോലെ അരിച്ചെടുക്കുക. അതിലെ കട്ടകളൊക്കെ കണ്ടല്ലോ, എന്തായാലും മേടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ട പോലെ കിടക്കുമല്ലോ ഈ പൊടി. അപ്പോൾ നമുക്ക് ആ കട്ടയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടണം. അതിനുവേണ്ടി ഇതേപോലെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അളവ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നാണ് 1/4 കിലോളം എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അമ്മ അങ്ങനെ 1/4 കിലോ ഒരു കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കടലപ്പൊടി അരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അതേ കണ്ടോ. അപ്പോൾ നല്ലോണം കടലപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലപ്പൊടിയാണ് കേട്ടോ ഫസ്റ്റ് ചൂടാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ എടുത്തത് പഞ്ചസാരയാണ്. 1/2 കിലോ കടലപ്പൊടിക്ക് 1 കിലോ പഞ്ചസാരയുണ്ട് ഞാൻ മേടിച്ചത്. ഇപ്പോൾ നമ്മൾ 1/4 കിലോ എടുത്തത് കാരണം
1/2 കിലോ പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് തരി കൂടുതലുള്ള പഞ്ചസാരയായിരുന്നു, കുറച്ച് വലിപ്പം കൂടുതലുള്ള പഞ്ചസാരയായിരുന്നു. എങ്ങനത്തെ പഞ്ചസാരയാണെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പഞ്ചസാര പൊടിക്കണ സമയത്ത് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഏലക്കായയും കൂടി ഇട്ട് പൊടിക്കാം കേട്ടോ. അപ്പോൾ ഇതേ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏലക്കായ ഈ സമയത്ത് ഇടാൻ മറന്നുപോയി, അതാണ് ഞാനിപ്പോൾ ഏലക്കായ ഇട്ടിട്ടില്ല. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടിയാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ. അപ്പോൾ അതിൽ കൊള്ളുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ പൊടി. അപ്പോൾ അതേ ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ 1/4 കിലോ ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/4 കിലോ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ 1/4 കിലോ ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരം വേണ്ടത് 1/2 കിലോ പഞ്ചസാരയുമാണ് വേണ്ടത്. 1/2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ, ഉണ്ടയ്ക്ക് ലഡുവിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ ഒരു അളവിലാണ് കേട്ടോ, അമ്മയ്ക്ക് ഒരുപാട് ഉണ്ടാക്കണം കാരണം ആ ഒരു അളവിൽ 1/4 കിലോ തന്നെ എടുത്തേക്കണം. ഇപ്പം നമ്മൾ അളന്ന് എടുക്കണമെങ്കിൽ ഒരു കപ്പൊക്കെ വെച്ച് അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടി എടുക്കുക, അതേപോലെ 1 കപ്പ് ഡാൽഡ എടുക്കുക, 2 കപ്പ് പഞ്ചസാര എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഡാൽഡയൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കടലപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ചിടാം കേട്ടോ, കാരണം ഇത് ഇങ്ങനെ പൊന്തി വരും കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ തന്നെ. അപ്പോൾ ഇത് ഇങ്ങനെ നല്ലോണം നമ്മുടെ ഡാൽഡ ഇടുമ്പോഴേക്കും ഇതേപോലെ ഭയങ്കരമായിട്ട് എണ്ണ ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിടുക, കയ്യിലൊന്നും തെറിക്കാണ്ട് ഇടുക. അതുകൊണ്ടാണ് ഈ കുറച്ചെടുത്തുള്ളത് കേട്ടോ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചട്ടിയിൽ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴേക്കും പുറത്തോട്ടൊക്കെ പോകും. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്ര എടുത്തത്. നമ്മൾ ഇടുമ്പോൾ തന്നെ കണ്ടോ നല്ലോണം പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഇത്. ഞാനാണ് കേട്ടോ കുറേശ്ശായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പം അമ്മ നല്ലോണം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തീ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഫുള്ള് ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല മഞ്ഞ കളറല്ലേ, ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ പാകം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു നല്ല മഞ്ഞ കളറാണ്. ഇപ്പോൾ ഇടുമ്പോൾ തന്നെ ഒരു കടലപ്പൊടിയുടെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും. പക്ഷെ ഇത് ഈ ഡാൽഡയിൽ കടന്ന് നന്നായി ഉരുകും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നന്നായി ഉരുകി കഴിയുമ്പോൾ ഇതിൻ്റെ കളറും മാറും, നല്ല ഒരു സ്മെല്ലും വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡാൽഡയിലിട്ട് ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യും കണ്ടോ, കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയി വരും കേട്ടോ ഇത്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കിത് ശരിയാക്കി എടുക്കാം. കണ്ടോ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു നല്ല മഞ്ഞ കളറല്ലേ. അപ്പോൾ ഇതായിട്ടില്ല. ഇനി ഇത് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറണം. കളറ് മാറുകയും ചെയ്യും, അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല, നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഡാൽഡയാണല്ലോ, ഡാൽഡ അതേപോലെ കടലപ്പൊടിയും അതിൽ കിടക്കുമ്പോഴേക്കും നന്നായിട്ട് മെൽട്ടായി കഴിയുമ്പോൾ ഇതേപോലെ കുറച്ചിങ്ങനെ വെള്ളം പോലെ ആകും. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അതേപോലെ തന്നെ തീയാണെന്നുണ്ടെങ്കിലും കുറച്ച് വയ്ക്കുക, എപ്പോഴും കുറച്ച് വയ്ക്കുക. കുറച്ചിട്ട് വേണം കേട്ടോ, തീ കുറച്ചിട്ടിട്ട് വേണം ഇത് എപ്പോഴും ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പം അമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ്. ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ, സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതാണെങ്കിലും അതേപോലെ കറികളുടെ ആണെന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ വ്യൂ ഒക്കെ കിട്ടണമനുസരിച്ചിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ എനിക്കറിയില്ല അതൊന്നും, സ്വീറ്റ്സിൻ്റെ എന്തെങ്കിലും റെസിപ്പി എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ അമ്മയുടെ തന്നെ വന്ന് ചെയ്യണം. അത് കാരണം എനിക്ക് ഭയങ്കര മടി ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കണേന്നുള്ളൂ, ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ, അമ്മയെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കുന്നത്. ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ അമ്മ ചെയ്യണ കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കളറൊക്കെ കണ്ടോ, കളറൊന്ന് മാറി. ആ മഞ്ഞ കളറ് നല്ല മഞ്ഞ കളറായിരുന്നല്ലേ, അതൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയപ്പോഴേക്കും നമുക്കിത് എടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കാം, കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അത് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഒന്ന്
ഒന്ന് ഉറച്ചുള്ളൂ അത്. അപ്പോൾ ഇതിൽ ഈ സമയത്താണ് ഞാൻ ഏലക്കായ ഇട്ടത്. അപ്പോൾ ഏലക്കായ അച്ഛനാണ് പൊടിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട് സമയത്ത്. അപ്പോൾ ഇതേ ഏലക്കായൊക്കെ നന്നായി പൊടിച്ചിട്ടുണ്ട്. ഏലക്കായും കൂടി നന്നായി പൊടിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഇടാം കേട്ടോ. നമുക്കൊന്നില്ലെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഏലക്ക പൊടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഏലക്ക പൊടിച്ചിട്ട് ഇടാം. ഇനി ഇത് ഏലക്ക പൊടിച്ച് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. നമ്മൾ പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, പഞ്ചസാര ഇട്ടപ്പോൾ ഒന്നും കൂടി അത് ആ ലൂസായിട്ടുള്ളതൊന്ന് കട്ടായിട്ടുണ്ട്. ഇനി ആ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ വെള്ളം പോലെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും അതൊന്ന് നല്ല കട്ട പോലെയാകും. ഡാൽഡയാണല്ലോ, അപ്പോൾ അതൊന്ന് കട്ട പോലെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടപ്പോഴേക്കും ഈ ഒരു പാകത്തിനാട്ടോ നമുക്കായത്. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇടാം. പഞ്ചസാര ഇട്ട് അതേപോലെ നല്ലോണം ഇത് ഉടച്ചെടുക്കാം കേട്ടോ. തരികളൊന്നും ഇല്ലാണ്ട് അതേപോലെ കട്ടയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. എന്നാൽ ഇതിൻ്റെ ചൂടാറാൻ എന്നിട്ട് കുറച്ച് സമയം നമുക്കിത് വെക്കാം കേട്ടോ. നമുക്കിത് ഉണ്ട പിടിക്കണമല്ലോ, അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ചൂടാറാൻ കുറച്ച് സമയം വെക്കാം. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ട പിടിച്ചാൽ ഇപ്പോൾ നല്ല ചൂടാണ്ടോ, നമുക്ക് കൈ ഒട്ടും ഇടാൻ പറ്റില്ല. പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഇതിന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒന്ന് ഹാർഡാണ് വരും. അതായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അമ്മ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം കേട്ടോ. അപ്പം മധുരം നോക്കി അതനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അളവ് പറഞ്ഞെന്നുള്ളൂ. നമ്മളത് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ അളവ് ആണെന്നുണ്ടെങ്കിൽ പൊടിയുടെ ഇരട്ടി പഞ്ചസാര എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ലോണം ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് നല്ല ചൂടായിരിക്കും. ഈ സമയത്ത് ഉണ്ട പിടിക്കുമ്പോഴേക്കും അമ്മ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് സമയം ഒന്നും കൂടി വെക്കാനാണ് അമ്മ പറയണത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതൊന്നും ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉണ്ടയൊക്കെ പിടിച്ചെടുക്കാം കേട്ടോ. ആ സമയത്ത് ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ചോറ് ഞാൻ വേണ്ടി ഇന്ന് കറിയൊന്നും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവർ വരാപ്പുഴയിലോട്ട് പോകണേണ് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ അതിന് മുമ്പാണ് ഞാൻ വന്ന് അമ്മനെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിച്ചത്. അപ്പോൾ ഞാൻ അവിടെയുള്ള കറികളൊക്കെ കൂട്ടി ഞാൻ വന്നപ്പോഴേക്കും വേഗം മുട്ടയും വറുത്തു. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ വറുത്ത് ഫ്രൈ ചെയ്താണ്ടോ. അത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ചീര ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചാറ് കറി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്കിത് തന്നെ ധാരാളം കേട്ടോ. എനിക്ക് ആ മുട്ടയും അതേപോലെ ഉരുളക്കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറിനാനായിട്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെയാണ് നമ്മൾ പിന്നെ ആ ഉണ്ടയൊക്കെ പിടിക്കാൻ വേണ്ടി നിന്നത്. അപ്പോഴേക്കും ചോറ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് കണ്ടോ, ഒന്ന് സെറ്റായിട്ടുണ്ട് അത്. ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ കണ്ടില്ലേ, നേരത്തെ എന്ത് വെള്ളം പോലെ ഇരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നല്ല നമുക്ക് ഉണ്ടയൊക്കെ പിടിക്കേണ്ട പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ച് തരുന്നതാണ് കേട്ടോ. ഞാൻ പറയേണ്ടത് മനസ്സിലാവണമെങ്കിൽ ഈ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നമ്മൾ നേരത്തെ നല്ലോണം നമ്മൾ ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ടാണല്ലോ ചെയ്തത്. ഇനി ചൂടൊക്കെ ആറി, ഇപ്പോൾ നേരിയ ചൂടുള്ളൂ, ഒരുപാട് ചൂടൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് ഉണ്ടയൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു ചൂടുള്ളൂ. ആ സമയത്ത് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉടയ്ക്കുക കേട്ടോ. എന്തായാലും കട്ട പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ കട്ടകളും ഇതേപോലെ ഉടച്ച് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഉണ്ടയൊക്കെ പിടിക്കേണ്ട ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നല്ലോണം അത് എല്ലാം കൂടി നന്നായിട്ട് ആ പൊടിയല്ല, നമ്മുടെ കയ്യിൽ തരി പോലെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉണ്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിലോ അതൊക്കെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് ഇതേപോലെ ഉണ്ട ഉണ്ടാക്കുന്നത്. നമുക്കുണ്ട് ഇതേപോലെ ഉണ്ട പിടിക്കുമ്പോഴേക്കും കുറച്ചൊന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും ആയിട്ട് വരില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഷേപ്പിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതേപോലെ ഉണ്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ വെക്കുക. കണ്ടോ, ഞാൻ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കറക്റ്റ് ഒരു ഷേപ്പൊന്നും വരില്ല. ഇതെങ്ങനെയായാലും ആ കറക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി
അതേപോലെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്നും കൂടി കണ്ടോ ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടി ഇത് നമുക്ക് റൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതേപോലെ എല്ലാം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് പിന്നെയും രണ്ടാമത് നമുക്കൊന്നും കൂടി പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ലഡ്ഡു നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കിലോ പൊടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിന് ഇത്രയും ലഡ്ഡു നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം കേട്ടോ. നമുക്ക് കടലപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയും ഡാൽഡയുമാണ് നമുക്ക് വേണ്ടത്. കടലപ്പൊടി 1/4 കിലോ കടലപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കിലോ തന്നെ ഡാൽഡ എടുക്കുക, അതേപോലെ തന്നെ 1/2 കിലോ പഞ്ചസാര എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നേ. പിന്നെ ഈ ഉണ്ട പിടിക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം.